യാത്രകൾ ഇഷ്ടമില്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അടുത്തേക്കുള്ള യാത്രയാണെങ്കിലോ ആ യാത്ര അതിമനോഹരമായിരിക്കും. അങ്ങനെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുടെ അടുത്തേക്കാണ് ഇന്നത്തെ യാത്ര. ആരൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറയാം കേട്ടോ. ഇതെവിടേക്കാണ് ഈ യാത്രയെന്നും ഞാൻ പറയാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതെവിടെയാണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായി കാണും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം ഷെഫ് പിള്ളയുടെ സഞ്ചാരി റെസ്റ്റോറൻ്റാണ്. ഹരിപ്പാടാണ് ഇതുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറേ ആളുകൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന്. ആ ആളുകളുടെ അടുത്തേക്കാണ് ഇന്നത്തെ യാത്രയെന്നും പറഞ്ഞില്ലേ. വേറെ ആരുമല്ല, അത് ഇച്ചായൻ്റെ കൊളീഗ്സാണ് കേട്ടോ. അപ്പോൾ ഇച്ചായൻ വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അവിടുത്തെ ഓഫീസറും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫും എല്ലാവരും കൂടെ ചേർന്ന് നൽകിയൊരു ഡിന്നറായിരുന്നു കേട്ടോ ഇന്ന്. ഹസ്ബൻഡ് ഈ ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ആയി കേട്ടോ. അപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിന് മുൻപായിട്ട് അവരെല്ലാവരും സന്തോഷത്തോടെ നൽകിയ ഡിന്നറായിരുന്നു അത്. അങ്ങനെ അവർ തന്നെ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെഫിലയുടെ ഫുഡിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല അടിപൊളി ഫുഡാണ്. സ്പെഷ്യലായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് കുറേ ആയിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് നിർവാണ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് കേട്ടോ. അങ്ങനെ ഫിഷ് നിർവാണ അവർ ഓർഡർ ചെയ്തു തന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഐറ്റംസ് ആയിരുന്നു കുമ്പുകോട്ട് ബീഫ്, അതുപോലെ തന്നെ ചിക്കൻ മുകളായി, ബട്ടർ ചിക്കൻ. പിന്നെ ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് നല്ല പാലപ്പവും നൂൽ പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഡിഷസൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വർത്താനം പറഞ്ഞു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇച്ചായൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ സഞ്ചാരിയിലെ സ്റ്റാഫുമായ ഞങ്ങളുടെ സ്വന്തം വിഷ്ണു ഞങ്ങൾക്ക് വേണ്ടി പുതിയൊരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. വാട്ടർ മെലൺ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിരുന്നു. അതിന് വിഷ്ണുവിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. അതിനുശേഷം അവരുടെ എല്ലാം വക ഒരു സ്നേഹ സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സ്പെഷ്യൽ മൊമെൻറ്റോ അവരെല്ലാവരും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ആ നിമിഷങ്ങളെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. ശരിക്കും ഈ ഒരു ദിവസം ഞങ്ങൾക്ക് മറക്കാനാവാത്ത നിമിഷങ്ങളിലൊന്ന് തന്നെയാണ് കേട്ടോ. കാര്യം അവരുടെ സമയമൊക്കെ അവർ വിലപ്പെട്ട സമയമാണ്. അവർ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ആ ഒരു സമയത്തും ഞങ്ങൾക്ക് വേണ്ടി അവർ കുറച്ച് സമയം മാറ്റി വെച്ചു. ഇത്രയും നല്ല ഒരു നിമിഷം ഞങ്ങൾക്ക് നൽകി. അതിന് ഒരുപാട് നന്ദി കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദി. Thank you so much dears. Tata, bye bye, see you.